ഈ കേരളത്തിൽ നിന്ന് വിട്ട് നമുക്ക് ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ BJP ഒരു 1-2 ദിവസമായ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. പാർലമെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ ഈ പാർലമെൻറ്റ് നടക്കുന്നതിന് മുന്നേ ഒരു അന്താരാഷ്ട്ര തലത്തിലുള്ള ഒരു ടൂൾ കിറ്റ് പുറത്തു വരികയും രാഹുൽ ഗാന്ധി അത് ഏറ്റെടുക്കുകയും പാർലമെൻറ്റ് പ്രതിപക്ഷം സ്തംഭിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് രാജ്യത്ത് നടക്കുന്നതെന്ന് BJP ആരോപിച്ചിരുന്നു. എന്ത് തോന്നുന്നു? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഇന്ത്യയിൽ ഡെമോക്രാറ്റിക്കലി ഇലക്റ്റഡ് ആയിട്ടുള്ള ഗവൺമെൻറ്റിനെ അട്ടിമറിക്കണമെന്നും ഈ രാജ്യത്തെ ഡിസ്റ്റബിലൈസ് ചെയ്യണമെന്നും ആഗ്രഹിക്കുന്ന, അത് പ്രഖ്യാപിത നയമായി പറയുന്ന ഒരുപാട് ആളുകളുമായിട്ട് പരസ്യമായിട്ട് ബന്ധം പുലർത്തുന്നതാണ്. ഇപ്പോൾ ജോർജ് സോറോസ് ഒരു ഉദാഹരണം മാത്രമാണ്. ജോർജ് സോറോസിൻ്റെ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ മാർച്ചിൽ അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നതും, രാഹുൽ ഗാന്ധി US പോയപ്പോൾ ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. മാത്രമല്ല, ഇത്രയും കാലത്തെ രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാർ പിന്തുടർന്ന് വന്നിരുന്ന ഒരു കവനൻ്റ്, ഒരു കൺവെൻഷൻ എന്ന് പറയുന്നത് വിദേശ മണ്ണിൽ പോയിട്ട് രാജ്യത്തിനെതിരെ സംസാരിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്ദിരാഗാന്ധി എന്തൊക്കെ പറഞ്ഞാലും ജനതാ പാർട്ടി സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് ഇന്ദിരാഗാന്ധിയോട് അറസ്റ്റ് പോലും ചെയ്തിട്ടുണ്ട്. 1977 ഇന്ദിരാഗാന്ധിയുടെ സർക്കാർ വീണല്ലോ. അതിനുശേഷം മൊറാർജി ദേശായിയുടെ സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് അഴിമതി കേസിൽ ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിനുശേഷം ഇന്ദിരാഗാന്ധി UK പോയിട്ട് അവരോട് ഇന്ത്യൻ ജയിലുകളെ പറ്റിയിട്ടുള്ള അവസ്ഥയെ പറ്റി ചോദിച്ചപ്പോൾ ഇന്ദിരാഗാന്ധി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് 1000 അഭിപ്രായ വ്യത്യാസങ്ങൾ നാട്ടിലുണ്ട്, പക്ഷേ അതിനെപ്പറ്റി സംസാരിക്കേണ്ട സ്ഥലം ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്നുള്ളതാണ്. അത് നമ്മൾ പിന്തുടർന്ന് വരുന്നൊരു കവനൻ്റാണ്. ഇപ്പോൾ അടൽ ബിഹാരി വാജ്പേയി പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കൽ പോലും വിദേശ മണ്ണിൽ പോയിട്ട് ഇന്ത്യൻ ഗവൺമെൻറ്റിനെ വിമർശിച്ചിട്ടില്ല. ലാൽ കൃഷ്ണ അദ്വാനി ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. നരേന്ദ്രമോദി അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ ആ കീഴ്വഴക്കങ്ങളൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇദ്ദേഹം അമേരിക്കയിൽ പോയിട്ടും UK പോയിട്ടും ഒക്കെ ഇന്ത്യക്കെതിരെ നിരന്തരമായി സംസാരിക്കുന്നു. കമ്മ്യൂണൽ ഡിവിഷൻ ഉണ്ടാക്കാൻ വേണ്ടി വളരെ ബോധപൂർവം സംസാരിക്കുന്നു. മാത്രമല്ല, വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഇടപെടണം, അമേരിക്ക ഉൾപ്പെടെ ഇടപെട്ടിട്ട് ഇന്ത്യയിൽ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, നരേന്ദ്രമോദിയെ ഒരു പാഠം പഠിപ്പിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടാണ്. അതായത് ഫോറിൻ ഇൻ്റർവെൻഷൻ ഇന്ത്യയുടെ ഒരു പ്രതിപക്ഷ നേതാവ് വിദേശ മണ്ണിൽ പോയിട്ട് ആവശ്യപ്പെടുകയാണ്. ഇയാളുടെ ഉദ്ദേശത്തെ സംബന്ധിച്ച് വളരെ ഗൗരവമായിട്ടുള്ള സംശയങ്ങൾ ഉടലെടുക്കാൻ തക്ക കാരണങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ അസോസിയേഷൻസ് എല്ലാം അങ്ങനെ വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആളുകളുമായിട്ടാണ്. ഇപ്പോൾ നോക്കൂ, ബംഗ്ലാദേശിൽ മുഹമ്മദ് യൂനസിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള പാവ സർക്കാർ അതിനെ നിയന്ത്രിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്നുള്ള വളരെ പ്രകടമായിട്ടുള്ള കാര്യമാണ്. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ വളരെ ഉയർന്ന നേതാക്കന്മാരുമായിട്ട് രാഹുൽ ഗാന്ധി വളരെ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ സന്ദർശനം നടത്തുകയും ഈ കർഷക പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയിൽ കലാപസമാനമായിട്ടുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആളുകൾ ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലുള്ള ഈ പറയുന്ന സിഖ് ജസ്റ്റിസ് ഫൗണ്ടേഷൻ എന്നൊക്കെ പറയുന്ന കാനഡയിലൊക്കെ പ്രവർത്തിക്കുന്ന നിരോധിത ഖാലിസ്ഥാനി സംഘടനകളുടെ പ്രതിനിധികളാണ് എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് രാജ്യ താല്പര്യത്തിന് വിരുദ്ധരായിട്ടുള്ള ആളുകളുമായിട്ട്, ഇപ്പോൾ ബംഗ്ലാദേശിലാണെങ്കിൽ ജമാഅത്തുമായിട്ട്, കാനഡയിലാണെങ്കിൽ ഖാലിസ്ഥാനികളുമായിട്ട്, അമേരിക്കയിലാണെങ്കിൽ സോറോസുമായിട്ട്, UK അവിടെയുള്ള ഇന്ത്യ വിരുദ്ധ ശക്തികളുമായിട്ടൊക്കെ ഇയാൾ കൈകോർക്കുന്നുണ്ട്. അതായത് തെരഞ്ഞെടുപ്പിലൂടെ നരേന്ദ്രമോദിയെ പരാജയപ്പെടുത്തിയിട്ട് അധികാരത്തിൽ വരാൻ കഴിയും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന് ഇനി ഇല്ല. അത് 2 തവണ പരിശ്രമിച്ച് 2 തവണയും പരാജയപ്പെട്ടു. ഇനി മറ്റേതെങ്കിലും തരത്തിൽ രാജ്യത്ത് കലാപം അഴിച്ചു വിട്ടുകൊണ്ട് രാജ്യത്തെ ക്രമസമാധാന നിലപാടും തകർത്തുകൊണ്ട് ആ കൺഫ്യൂഷനിൽ ഒരു ഭരണാധികാരിയായിട്ട് ഉയർന്നു വരാൻ സാധിക്കുമോ എന്നുള്ള പരിശ്രമമാണ് രാഹുൽ ഗാന്ധി കുറേയായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം രാജ്യത്തിനുള്ളിൽ കലാപം സൃഷ്ടിക്കാൻ ബോധപൂർവ്വം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ നോക്കും, ജാതി സെൻസസ് വേണം, നിരന്തരമായിട്ട് ജാതി പറഞ്ഞുകൊണ്ട് ആളുകളെ തമ്മിലടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹൽവ സെറമണി നടത്തി, ബജറ്റ് അവതരണത്തിൻ്റെ സമയത്ത് നടത്തിയിട്ടുള്ള ഹൽവ സെറമണിയിൽ SC വിഭാഗത്തിനുള്ള ആരുമില്ല. മിസ് യൂണിവേഴ്സ് പട്ടത്തിലും മിസ് ഇന്ത്യ പട്ടത്തിലും SC ST വിഭാഗക്കാർക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുന്നില്ല. സർക്കാരുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്ന ഉയർന്ന സംവിധാനങ്ങളിലൊന്നും SC ST പ്രതിനിധികളില്ല. വളരെ തെറ്റായിട്ടുള്ള, വളരെ വ്യാജമായിട്ടുള്ള, ഓരോ കാര്യത്തിലും കാസ്റ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് രാജ്യത്തിനുള്ളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുക, ഈ പറയുന്ന രാജ്യവിരുദ്ധരായിട്ടുള്ള ശക്തികളുടെ പിന്തുണ സ്വീകരിച്ചിട്ടാണെങ്കിൽ പോലും രാജ്യത്തെ ഡിസ്റ്റബിലൈസ് ചെയ്യുക എന്നൊരു വളരെ തെറ്റായിട്ടുള്ള നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ചിട്ടുള്ള പ്രകടനമാണ് പാർലമെൻറ്റിൽ നമ്മൾ കാണുന്നത്. കാരണം പാർലമെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിൽ എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ്. അവിടെയാണ് നിയമനിർമ്മാണ പ്രക്രിയ. ഇപ്പോൾ രാജ്യം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ തിരഞ്ഞെടുത്ത് അയക്കുന്ന ആരെയാണ്? നമ്മൾ അയക്കുന്ന സാമാജികന്മാരെയാണ്. നമ്മൾ എന്തിനാണ് തിരഞ്ഞെടുത്ത് അയക്കുന്നത്? അവരുടെ പ്രധാനപ്പെട്ട ജോലി നിയമനിർമ്മാണം നടത്തുക എന്നുള്ളതാണ്. ഈ രാജ്യത്തെ ജനങ്ങളുടെ നിത്യജീവിതത്തെ കൂടുതൽ സുഖകരമാക്കാനും അവരുടെ പ്രയാസങ്ങൾ ലഘൂകരിക്കാനും വേണ്ട നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഉത്തരവാദിത്വം. ആ നിയമനിർമ്മാണ പ്രക്രിയ ഇവർ സമ്മതിക്കില്ല. നിയമം നിർമ്മിക്കാൻ പാർലമെൻറ്റിനെ പ്രവർത്തിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയുകയാണ്. അക്ഷരാർത്ഥത്തിൽ ജനങ്ങളുടെ മാൻഡേറ്റിനെയാണ് ഇവർ നിഷേധിക്കുന്നത്. ഈ ഡെമോക്രാറ്റിക് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ പ്രവർത്തിപ്പിക്കാതിരിക്കുക എന്നുള്ള ഹീനമായിട്ടുള്ള തന്ത്രമാണ് ഇവർ പാർലമെൻറ്റിൽ ഉൾപ്പെടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പേരിൽ വിദേശ താല്പര്യങ്ങളുണ്ട്, വിദേശ സഹായമുണ്ട്. 100% പകൽ പോലെ വ്യക്തമായിട്ടുള്ള കാര്യം അത്.